Hi everyone, welcome back to Chindo's Taste Buds. ഇന്ന് ഞാൻ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിംഗ് റെസിപ്പിയാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് ചെറിയ പീസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അത് നമുക്ക് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ക്യാരറ്റ് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നത് വരെ ഈ ക്യാരറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഈ ക്യാരറ്റ് വേവിച്ചെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ശരിക്കും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ആ സമയത്തിന് ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതോടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കസ്റ്റേർഡ് പൗഡർ തയ്യാറാക്കി എടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം പാൽ നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കസ്റ്റേർഡും കോൺഫ്ലോറും കൂടെയുള്ള മിക്സ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാദ്യമേ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ പാലിലേക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലോറും മിക്സ് ചെയ്താൽ അത് കട്ട കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം പാലൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് ഉടനെ തന്നെ പാല് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഞാനിവിടെ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ കസ്റ്റേർഡ് പൗഡർ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു മിക്സിങ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റ അടിക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കൂടി പോവും, ചിലപ്പോൾ അടിക്കും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റേർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അടി കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വരുന്നുണ്ട്, കസ്റ്റേർഡ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്തിന് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഈ കസ്റ്റേർഡ് ചെറിയ ചൂടുള്ള കസ്റ്റേർഡിലേക്ക് ഈ ക്യാരറ്റ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റും കസ്റ്റേർഡും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കാര്യം നമ്മൾ ക്യാരറ്റ് ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കസ്റ്റേർഡ് മിക്സ്ചറും ക്യാരറ്റും ഇളക്കി യോജിപ്പിച്ച് നല്ല പാകത്തിനാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല
പുഡിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഫ്രീസറിൽ വെക്കരുത്, താഴെ ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു പാലറ്റ് നൈഫോ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. ഇത് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. പക്ഷെ ഞാനിവിടെ ഒരു ലെയറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തണുപ്പിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെയറും കൂടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്തിന് ഒരു പാത്രത്തിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, 1 ടീസ്പൂൺ നെയ്യാണെങ്കിലും മതിയാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഈ ക്യാരറ്റ് ഒന്ന് കുക്കായി കിട്ടണം. ഒരുപാട് ഓവർ കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. കാര്യം ഇത് നമുക്ക് പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫുള്ളൊരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് നേരമൊന്നും വെച്ച് ഉടഞ്ഞു പോകരുത് ഈ ക്യാരറ്റ്സ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്യാരറ്റ് ഹൽവക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഇതിങ്ങനെ ഇതളുകൾ പോലെ തന്നെ കിട്ടണം. ഇപ്പോൾ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ക്യാരറ്റ്സ് തയ്യാറാക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എൻ്റെ ഇവിടെ ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പകരം നമ്മൾ ഫസ്റ്റ് ലെയർ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് ക്യാരറ്റ്സ് ഇട്ട് ഗാർണിഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ പുഡിങ്ങിന്. ഈ ഒരു പാകത്തിന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള പുഡിങ്ങാണ്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ലെയറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് എല്ലാ ഭാഗത്തേക്കും ഒരു സ്പാറ്റുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചട്ടകം കൊണ്ടാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ്സ് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നട്ട്സ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.